സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് നമ്മുടെ വീണ ജോർജിന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പരിക്ക് പറ്റി. പുള്ളിക്കാരത്തിയുടെ കഴുത്തിന് പരിക്ക് പറ്റിയെന്നും പറഞ്ഞ് പുള്ളിക്കാരത്തി വളരെ വേദന സഹിച്ചുകൊണ്ട് ഒക്കെ നിൽക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് പരിക്ക് പറ്റിയതെങ്കിൽ അവരെ ആക്രമിച്ചെങ്കിൽ അതൊരു മോശമായ ഒരു സംഗതിയാണ്. ആരെയും ആക്രമിക്കാമോ? മന്ത്രിയെന്നല്ല, ഒരാളെ ആക്രമിക്കുന്നത് ശരിയായ പ്രവണതയല്ല. പക്ഷേ ഇന്നിപ്പം നമ്മുടെ OJ ജനീഷ് ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ വീണ ജോർജിൻ്റെ യഥാർത്ഥ പേര്, ആദ്യത്തെ പേര് കല്യാണം കഴിക്കുമ്പോഴാണ് പേര് മാറുന്നത്. അത് അങ്ങനെ പേര് മാറേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെങ്കിൽ വീണ കുര്യാക്കോസ് എന്നായിരുന്നു. അപ്പം ആ വീണ കുര്യാക്കോസിന് മോണോ ആക്ടിലൊക്കെ പഠിക്കുന്ന കാലത്ത് എന്താ പറയുന്നത് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മോണോ ആക്റ്റും അഭിനയവും വീണ ജോർജ് ഇന്ന് കാണിച്ചതെന്ന് ആണ് ജനീഷ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് അലോഷ്യസ്, അദ്ദേഹം പറയുന്നത് ഈ ഒരു 5 പ്രവർത്തകർ അവിടെ ഉണ്ട്, അവർ ചെന്ന് ഈ വീണ ജോർജിനെ ആക്രമിക്കുന്ന ഒരു രംഗം ഏതെങ്കിലും ഒരു ക്യാമറയിൽ കാണിക്കാമോ? അപ്പോൾ ഞാൻ 2-3 ചാനലുകളിലെ ക്യാമറ ആക്കിക്കൊണ്ട് വീണ ജോർജിൻ്റെ അടുത്തോട്ട് ഇവരെ എത്താനൊക്കത്തില്ല. അതിനെക്കാട്ടി വലിയ പോലീസ് സന്നാഹങ്ങളാണ് അവിടെ ഉള്ളത്. വീണ ജോർജ് ആ പോലീസുകാരെ തട്ടി മാറ്റിക്കൊണ്ട് അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ വീണ ജോർജിന് ഈ കഴുത്തിന് പരിക്കേറ്റിയെങ്കിൽ തന്നെ അതാരെങ്കിലും പോലീസുകാരെ ഈ കിട്ടിയ ഒരു അവസരത്തിൽ ചൊന്ന് ഞെക്കുകയോ വല്ലതും ചെയ്തതായിരിക്കും. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഈ വീണ ജോർജിൻ്റെ ഈ കഴുത്തിൻ്റെ പരുക്ക് പുള്ളിക്കാരത്തി അഭിനയിച്ചു. 5 കൊല്ലം ഒരു കത്രിക വയറ്റിലിട്ടുകൊണ്ട് നടന്ന ഒരു സ്ത്രീയുടെ വേദന എന്താണെന്ന് ഈ വീണ ജോർജ് ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ വേദന നിങ്ങൾ സഹിക്കുന്നില്ല. ഒരു കഴുത്തിന് വേദന പറ്റി അതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കൂടാൻ ആളുണ്ട്. 5 കൊല്ലം ഒരു കത്രിക വയറ്റിലിട്ട് അവർ സഹിച്ച ഒരു വേദനയുടെ ഒരു അംശം നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അത് ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് തന്നതാണെന്ന് ഞാൻ പറയുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.